താനൂർ ഡിവൈഎസ്പി വി ബെന്നി ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. സർ, ഇന്ന് രാവിലെ മലപ്പുറത്ത് നിന്നുള്ളൊരു സ്ത്രീയുടെ വലിയ ഗുരുതരമായ ആരോപണമാണ് താങ്കൾ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വന്നിരിക്കുന്നത്. എന്താണ് ഇതിനോട് പറയാനുള്ളത്? തെറ്റായ, കെട്ടിച്ചമച്ച, 1% പോലും സത്യമില്ലാത്ത ഒരു വ്യാജ ആരോപണം. അതിനകത്ത് യാതൊരു കഴമ്പുമില്ല. ആ സ്ത്രീയെ ഒരുപക്ഷേ ഇങ്ങനെ വിനോദിനെതിരെ, പൊന്നാനി IP ആയിരുന്ന ആൾക്കെതിരെ ഉണ്ടായിരുന്ന ഒരു പെറ്റീഷൻ അന്വേഷിക്കാൻ വേണ്ടി ഓഫീസിലേക്ക് വിളിച്ച സമയത്ത് ഒരുപക്ഷേ കണ്ടിട്ടുണ്ടാകാം. സാധാരണഗതി ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി അവിടെയുള്ള ചുമതലപ്പെട്ട മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനെ, പെറ്റീഷൻ അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഏർപ്പാടാക്കുകയാണ്. അങ്ങേര് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പോയതാണോ അതോ ഞാൻ നേരിട്ട് കണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. അന്നൊരു തവണയല്ലാതെ പിന്നീട് ഒരിക്കലും ആ സ്ത്രീയെ കാണുകയോ ഫോണിൽ വിളിക്കുകയോ നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ഒരു തരത്തിലുള്ള സംഗതിയും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളല്ല. അങ്ങനെ ഒരു വെറും ഇല്ലാത്ത, എന്താ പറയേണ്ട, സീറോ എന്ന് പറയാവുന്ന ഒരു ആരോപണം, അതിനെ കെട്ടിച്ചമച്ച് പുകച്ച് വലുതാക്കി കൊണ്ടുവന്നിരിക്കുന്ന സാധനം, അത്രമാത്രമേ അതിനകത്ത് പറയാനുള്ളൂ. ഇത് ഇനി അതുകൂടെ പറയാം. ഞാൻ ഈ പരാതിയെപ്പറ്റി അന്വേഷണം നടത്തിയിട്ട് ആ പരാതി കളവാണെന്നുള്ള റിപ്പോർട്ട് കൊടുത്ത ശേഷം ഇത് മറ്റൊരു DVSP കൊണ്ടും കൂടെ അന്വേഷിച്ച ശേഷം മാത്രമാണ് ക്ലോസ് ചെയ്യുന്നത്. അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് DVSP, ഇന്നത്തെ തിരൂർ DVSPക്ക് ആ അന്വേഷണം കൊടുക്കുകയും അദ്ദേഹം ഞാൻ അന്വേഷിച്ച ശേഷമാണ് ഇതിനായിട്ട് വീണ്ടും ആ സ്ത്രീയെ കാണുകയും സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഇതിനെപ്പറ്റി, അങ്ങനെയാണെങ്കിൽ അന്ന് പറയുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ വിനോദ് അവിടെ പോയി ശല്യം ചെയ്തു എന്ന് പറയുന്ന ആ ഒരു ആരോപണമാണ്. ആ ആരോപണം കളവാണ്. ഇനി ആ ആരോപണത്തിൽ രണ്ടാമതൊരു അന്വേഷണം നടത്തുന്ന സമയത്ത് അതിനിടയ്ക്ക് അന്വേഷിച്ച ആൾക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയാതിരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ആരോപണവും കാര്യങ്ങളും ഒന്നും പറയാതെ 2 വർഷം കഴിഞ്ഞിട്ട് ഇത്തരത്തിലൊരു സാധനം കെട്ടിച്ചമച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ബോധപൂർവം ആരൊക്കെയോ ഗൂഢാലോചന നടത്തി ചെയ്ത സംഗതി, അതുമാത്രമാണ് പറയാനുള്ളത്. ഇതിന് പിന്നിൽ ആരെന്നാണ് സാറ് സംശയിക്കുന്നത്? തീർച്ചയായിട്ടും പുറത്തുവിട്ട ചാനലിൻ്റെ ആൾക്കാർ തന്നെയായിട്ട് സംശയിക്കുകയാണ്. കാരണം നേരത്തെയും ആ ഇൻ്റർവ്യൂ ചെയ്തിരുന്ന ആൾ തന്നെയാണ് നേരത്തെയും ഇതുപോലെയുള്ള ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണം വെച്ചിട്ട് തന്നെ എന്നെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി അതേ ചാനലിൽ പല ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു വാർത്ത വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് മുട്ടിൽ മരമുറി കേസ് എന്നിൽ നിന്ന് മാറ്റിത്തരണമെന്ന് ബഹുമാനോട് DGPയോട് ഞാൻ അപേക്ഷ കൊടുത്തിരുന്നു. പക്ഷേ എന്നിട്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇത് ആ ചാനലുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് മുട്ടിൽ മരമുറി കേസിൻ്റെ പ്രധാന പ്രതികളായിട്ട് വരുന്നത്. ആ ചാനലിൻ്റെ ഉടമസ്ഥരോ അല്ലെങ്കിൽ MD ആയിട്ടിരിക്കുന്ന ഏറ്റവും മേൽത്തട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്. ഇതെന്തുകൊണ്ടാണ് സാർ അവർ തുടർച്ചയായിട്ട് ഈ പറഞ്ഞ പോലെ, നേരത്തെ ഇപ്പം സാറ് പറഞ്ഞത് ആ കസ്റ്റഡി മരണമാണ് നേരത്തെ വന്ന ആരോപണം, അതേപോലെ തന്നെയാണ് ഇപ്പം ഇതും വന്നിരിക്കുന്നത്. ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്തായിരിക്കും? ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ അവർ തന്നെയാണ്. അത് വയനാട് പ്രദേശത്തുള്ള ഏറ്റവും നല്ല വീട്ടിമരങ്ങൾ കിട്ടുന്ന ഒരു പ്രദേശമാണ് ആ വാഴവറ്റ പ്രദേശം എന്ന് പറയുന്നത്. അവിടെയുള്ള 574, ഏറ്റവും പഴക്കമുള്ള മരം എന്ന് പറയുന്നത് 574 വർഷം പഴക്കമുള്ള മരമടക്കം, അങ്ങനെയുള്ള അത്രയും വലിയ വീട്ടിമരങ്ങൾ മുറിച്ച് കടത്തിക്കൊണ്ടുപോകാൻ ചെയ്തിരിക്കുന്ന ആളുകളാണ്. അതിന് അന്വേഷണം നടത്താൻ പറ്റുന്നത് മരത്തിൻ്റെ എത്രയാണ് ഏജ് എന്നുള്ള പ്രൂവ് ചെയ്യാനുള്ള ശാസ്ത്രീയമായ തെളിവെടുത്തു. അതുപോലെ തന്നെ മരത്തിൻ്റെ DNA എടുത്തിട്ട് ഈ മരം തന്നെയാണ് മുറിച്ചെന്നുള്ള, ഇത് DNA എടുത്ത് ഒരുപക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള കേസിന് മരത്തിന് DNA എടുത്തിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള അന്വേഷണം നടത്തി അത് അവരെ ഒരുപക്ഷെ ശിക്ഷിക്കപ്പെടാമെന്നോ അല്ലെങ്കിൽ ആ കേസ് ഇനിയും മുമ്പോട്ട് പോകാതിരിക്കണമെന്നുള്ള ഉദ്ദേശത്തോട് തന്നെ ചെയ്തിരിക്കുന്നതായിരിക്കാം. ഇതിൽ ഇപ്പം സാറിപ്പോൾ സർവീസിൽ ഇരിക്കുകയാണ്, ഇത്തരത്തിലുള്ള ആരോപണം വന്നിരിക്കുന്നത്. ഇതിനെതിരെ ഏത് തരത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം? തീർച്ചയായിട്ടും ക്രിമിനലായിട്ടും സിവിലായിട്ടും ചെയ്യാൻ പറ്റുന്ന എല്ലാ നിയമ നടപടികളും, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഇതിപ്പം മേലുദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുക്കാൻ DGP സാറിനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇതിന് പരാതി കൊടുക്കും. അതുപോലെ തന്നെ ഈ ചാനൽ രീതിയിൽ കളവായിട്ട് വാർത്ത കെട്ടിച്ചമച്ച് കൊടുക്കുന്ന സംഗതികളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് ആ രീതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ അതടക്കമുള്ള പരാതികൾ മുമ്പോട്ട് പോകും. താങ്ക് യു സർ. എന്തായാലും ഈ ആരോപണത്തിൽ സിവിലായും ക്രിമിനലായും നടപടി സ്വീകരിക്കും. ഒപ്പം മുഖ്യമന്ത്രിക്കും DGPക്കും ഉൾപ്പെടെ പരാതി നൽകും. ഇത് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അതിലുള്ള ഒരു പകപോക്കലായിട്ട് തന്നെയാണ് ശ്രീ വി ബെന്നി കാണുന്നത്. ക്യാമറാമാൻ നിബിൻ രാജിനൊപ്പം AK ലതീഷ്, കോഴിക്കോട്.